കേരളത്തിന്റെ മിമിക്രി രംഗത്ത് വളർന്നു വരികയും ഒരുപാട് മലയാളികളുടെ സ്നേഹത്തിന് ഉടമയാവുകയും ചെയ്ത കൊല്ലം സുധി എന്ന കലാകാരൻ തന്റെ അകാലത്തിൽ ഒരു വാഹനാപകടത്തിൽ മരണപ്പെടുകയുണ്ടായി. അതോടുകൂടി സുധിയുടെ ആദ്യ ഭാര്യയിൽ ഉണ്ടായിരുന്ന മകൻ കിച്ചു പൂർണ്ണമായും അനാഥനാക്കപ്പെട്ടു. രണ്ടാം ഭാര്യയ്ക്കും മകൻ ഋതപ്പനും തങ്ങളുടെ ജീവിതത്തിലെ നാഥനില്ലാതെയായി. ഒരുപാട് പേരുടെ സ്നേഹവും സഹായവും അവരുടെ ജീവിതത്തിലേക്ക് എത്തി. ആ ഇടയ്ക്കാണ് ലക്ഷ്മി നക്ഷത്ര എന്ന അവതാരിക തന്റെ വ്ളോഗിലൂടെ സുധി അവസാനമായി ധരിച്ച വസ്ത്രത്തിന്റെ ഗന്ധത്തിൽ ഒരു പെർഫ്യൂം ഉണ്ടാക്കി രേണുവിന് സമ്മാനിച്ചത്. അന്നത് സോഷ്യൽ മീഡിയയിൽ വലിയൊരു സംവാദത്തിന് വഴിവെച്ചു. രേണു സുധി വൈറലായി, നല്ല റീച്ചും കിട്ടി. ഈ സംഭവത്തോടു കൂടി ആയിരിക്കണം ഒരുപക്ഷെ അവർ മനസ്സിലാക്കിയത് സോഷ്യൽ മീഡിയയിൽ കുപ്രസിദ്ധിയോട് കൂടിയാണെങ്കിൽ കൂടിയും താനൊരു കണ്ടന്റ് ആവുക എന്നുള്ളത് കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവും എന്നത്. ഫോട്ടോഷൂട്ടും ആൽബത്തിലുള്ള അഭിനയവും ഒക്കെ ഒരു ജീവിതമാർഗമാക്കി എടുക്കുമ്പോഴും താനൊരു കണ്ടന്റായി തന്നെ സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കാൻ അവരെല്ലായ്പ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നു. അവർക്കെതിരെ ഉണ്ടായിട്ടുള്ള ബോഡി ഷെയ്മിങ്ങുകൾ പോലും അവർ അവഗണിക്കാതെ ഒരു ആയുധമാക്കി. എപ്പോഴും സോഷ്യൽ മീഡിയയുടെ പ്രധാനപ്പെട്ട വിവാദ നായികയാവാൻ അവർക്ക് എപ്പോഴും ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഇതിനൊക്കെ ഇടയിൽ ചില സുമനസ്സുകളുടെ വിശാല മനസ്കത കൊണ്ട് മാത്രം അവർക്കൊരു വീടുണ്ടായി. നിലവിൽ ആ വീട്ടിൽ രേണുവും രേണുവിന്റെ മകനും രേണുവിന്റെ ചില കുടുംബക്കാരുമാണ് താമസിക്കുന്നത്. കിച്ചു എന്ന മകൻ തന്റെ സ്വന്തം വീട്ടിൽ തൻ്റെതായ ഒരു ഇടമില്ലാത്തത് കൊണ്ട് മാത്രം കുടുംബ വീട്ടിൽ താമസിക്കുന്നു. ലാസ്റ്റ് വീക്ക് ഈ കിച്ചു അവന്റെ വ്ളോഗിൽ ഒരു വീഡിയോ ഷെയർ ചെയ്യുകയുണ്ടായി. സുധിലയം എന്ന തൻ്റെ ഈ വീട്ടിലേക്ക് അവൻ നടത്തിയ ഒരു വിസിറ്റിന്റെ. ആ വ്ളോഗിൽ സുധിക്ക് കിട്ടിയ സകലമാന അംഗീകാരങ്ങളും ഒരു കവറിൽ പൊതിഞ്ഞ് ഒരു കട്ടിലിന്റെ അടിയിൽ സൂക്ഷിച്ചിരിക്കുന്നതായിട്ട് സോഷ്യൽ മീഡിയ മുഴുവൻ കണ്ടു. ഇതിന് രേണു കൊടുത്ത എക്സ്പ്ലനേഷൻ കാര്യങ്ങളെ കൂടുതൽ വഷളാക്കി. മരണപ്പെട്ടുപോയ ഒരു കലാകാരന് അയാളുടെ സ്വന്തം വീട്ടിൽ അയാളുടെ പ്രിവിലേജ് കൊണ്ട് മാത്രം ഉയർന്നു വന്ന തൻ്റെ പ്രിയപ്പെട്ടവരുടെ തിരസ്കരണം കണ്ട് മലയാളികൾ എങ്ങനെ നാവടക്കി ഇരിക്കാനാണ്? ഇന്നിതാ സുധിലയം എന്ന വീടിന്റെ ചോർച്ചയെ പറ്റി രേണു മീഡിയയ്ക്ക് മുമ്പിൽ പങ്കുവച്ചിരിക്കുന്നു. ഒരുപാട് നല്ല മനസ്സുള്ള ആളുകൾ അവരുടെ പണവും സമയവും അധ്വാനവും കളഞ്ഞ് നിങ്ങൾക്കൊരു കൂര പണിത് തന്നത് പൊതുജന മധ്യത്തിൽ നിങ്ങൾക്ക് അവരെ അപമാനിക്കാനുള്ള ഒരു ആയുധമല്ല. ദാനം കിട്ടിയ പശുവിന്റെ പല്ല് എണ്ണരുത് എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ എണ്ണിയ പല്ലിന് റൂട്ട് കനാൽ ചെയ്യാൻ വേണ്ടിയിട്ട് ദാനം തന്ന ആൾക്കാരുടെ മുമ്പിൽ സമരത്തിന് പോവരുത്.